ഇടക്ക് ഡോക്ടർ ആവും, ഇടക്ക് പ്ലംബർ ആവും. അണ്ണൻ ദൈവം തന്നെ. ഗൈസ്, അണ്ണന് പനിയാണ്. അപ്പോൾ അണ്ണൻ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ചായപ്പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് വരാം പുള്ളിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ അതുൽ ചായപ്പൊടി മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്ക് അതുലിനെ വെയിറ്റ് ചെയ്യാം. അവിടെ നിന്ന് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒരാൾ ചായപ്പൊടി മേടിച്ചുകൊണ്ട് വരുന്ന വരവാണ്. വേറെന്താണ്ടൊക്കെ ഉണ്ടല്ലോ. ഓ, ഇന്ന് പനിയുള്ള ആളെ നമ്മൾ കപ്പോർത്തൊക്കെ കൊടുത്ത് ശരിയാക്കും. പനിയുള്ള ആൾക്ക് കപ്പോർത്ത് എപ്പോഴും നല്ലതായിരിക്കും ആണല്ലേ. അതുകൊള്ളു. പുള്ളിക്കാരൻ നേരത്തെ ഇറങ്ങി പോകുന്ന അവിടുന്ന്. ഇതുവരെ കൂടെ നമ്മുടെ മാഹിനും ഉണ്ടെന്നാണ് പറഞ്ഞത്. രണ്ടുപേരും കൂടി ഇന്ന് പനിയായിട്ട് ഇവിടെ രണ്ടുപേരും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ ഇരിപ്പുണ്ട്. ഇതിപ്പോ ആർക്കാണ് പനി? പനിയായിട്ട് കിടക്കുമായിരിക്കും. തള്ളി തുറക്കാൻ കൊണ്ട് ആർക്കാണ് പനി? ആർക്കാണ്? എന്താണ്? ഹലോ, ഇവരാണോ ഈ പലഹാരങ്ങളൊക്കെ തീർക്കുന്നത്? കാഡ്ബറി ചോക്കോ ബേറ്റ്സ്. എന്താണ് ചരിവോ? പനിയുള്ള ഒരാൾ അവിടെ കിടക്കുന്നതാണോ? നീ എന്തോ ഈ കാണിക്കുന്നേ? എന്താടാ വയ്യേ? നല്ല തണുപ്പാണല്ലോ. എണീറ്റ് വാ. എന്നാ ചായ വെച്ചാ. ഇപ്പൊ ചായയുടെ ഒരു കുറവ് വേണ്ട. നിങ്ങൾക്ക് ചായയും കൂടി വെച്ച് തരാം. പനിയുള്ള ഒരാള് കിടക്കുന്ന നിങ്ങൾ ചായപ്പൊടി ഒക്കെ മേടിച്ചോണ്ടാവുന്നേ. മരുന്ന് വല്ലതും ഉണ്ടോ ഇവിടെ? ടെസ്റ്റർ ടൂൾസ് മാത്രമേ ഉള്ളൂ. മരുന്ന് എവിടെയാ? എവിടെ എവിടെ? ഇതെല്ലാത്തിനുള്ള മരുന്നുണ്ടല്ലോ. ഏതാന്നൊക്കെ എങ്ങനെ അറിയാം? ക്ലോറോഫിൻ. വയറുവേനയുടെ എന്താണ്? വയറുവേനയുടെ ഇതാന്ന് തോന്നുന്നു. എന്താണ്? വൈറ്റമിൻ ബി ഈസ്റ്റ് പ്ലസ്. അപ്പത്തിലെ ട്രെയിൻ വേണോ? ഇപ്പൊ വേണോ? ചായ വെക്കുക. ചായ വെക്കണല്ലേ? നിനക്ക് ഇറങ്ങിയ പരിപാടി. ചായ വെക്കാം. ചായ നീ എന്തിനടച്ചിരിക്ക? അയ്യോ, മരുന്ന് ഇപ്പൊ ചായക്കകത്തിട്ട് എന്നാ. അടിപൊളി. ഇതിനകത്ത് ഇപ്പൊ എങ്ങനെ തുടങ്ങാം? ഗ്യാസ് കത്തിക്കാൻ പോകും. പാത്രമല്ല എടുത്തിട്ട് വേണം ഗ്യാസ് കത്തിക്കാൻ. ഗ്യാസിന്റെ ഇവിടെ മുളക് എന്തിനാടാ ചായക്ക്? 1 2 3 കുറച്ച് നീരാവിയായി പോകില്ലേ? ശക്തി വേണം. അണ്ണാ ലൈം ടീ വേണോ? ചത്ത. അണ്ണാ ലൈം ടീ വേണോ? ആദ്യം ചായപ്പൊടി ഇടണം. കണ്ണൻ ദേവൻ തന്നെ. ഇച്ചിരി പഴയ കണ്ണൻ ദേവനാന്ന് തോന്നുന്നു. എന്താ അങ്ങനെ ചായ ആണോ ചോദിക്കാൻ പോയതാ.
അപ്പൊ നേരത്തെ വന്നാൽ മുഴുവൻ നിന്ന് തീർത്ത് വെച്ചേക്ക്. പിന്നീട് പൊടിയിടും. ഉയരം കൂടും കൂടും. സ്പൂണിനകത്ത് ഇപ്പൊ എത്ര പേർക്കാണെന്ന് അങ്ങനെ അറിയാം. അതെനിക്കറിയാം. ഇത് 2 3 4 കുറച്ച് നീരായിട്ട് പോകും. എന്ത് രസമാണ്. രസോ നീ അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കിട്ട് തരാം. എനിക്ക് ചായ വേണ്ട കേട്ടോ. ചായ അത് ഈ അളവിനല്ലടാ ഞാൻ വെള്ളം ഒഴിച്ചത്. കൂടുതലത് ചായ കൊണ്ട് കൊടുക്കാം. ബാ നിനക്കല്ലടാ. എന്നാ ചായ 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 അടിയിൽ അത് കൊടുക്കല്ലോ കേട്ടോ. തീർക്കോ ചായയാണ് കേട്ടോ. ഇത് കുടിച്ചാൽ മാറാത്തായിട്ട് ഒരു പനിയില്ല. അടി ഒറ്റ വലി. കിടിലൻ ചായയല്ലേ. അതിൻ്റെ കിടിലൻ പ്രിപ്പറേഷനാണ്. എന്താണ് മുഖത്തേക്കാണ് ചായയാണ്. പിന്നെ ഇത്ര കഷ്ടപ്പെട്ട ആ ചായപ്പൊടി മേടിച്ചുകൊണ്ട് വന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇമാരി വർത്താനം പറയാം. കുടിച്ചു നോക്കി ചായ. അല്ല ഞങ്ങൾ വരുമ്പോൾ കുടിച്ചിട്ടാണ്. അവന് കൊടുക്കാം. അവനാണല്ലോ വിശപ്പിന്റെ അസുഖം. അവനാണ് രുചി അറിയത്തില്ല. നീ ആ തീറ്റി ഒന്ന് നിർത്തിയിട്ട് ആ ചായ ഒന്ന് എടുത്ത് ഗുളികയും കൂട്ടി ഒന്ന് കൊടുക്കാവോ? നീ പിന്നെ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് വന്നത്? ആർക്കാ പനി? ആർക്കാ? ആ ബോധമുണ്ടോ? ശരിക്കും പനി ഉണ്ടാ? അഭിനയിച്ചാണോ നേരത്തെ ഇറങ്ങാൻ വേണ്ടി? അല്ലേ നല്ല സുഖമാണ്. എടാ പനിയുണ്ട്, ആർക്ക് കൊടുക്കണം? പനിയുള്ള ആള് കിടക്കുന്നതല്ലേ, ഉണങ്ങണല്ലേ. നോക്കാൻ പറ്റും. അവനൊരു നല്ല ചായ ഇട്ട് കൊടുക്കോ? കുടിക്കുന്നല്ലേ. ഞങ്ങള് പോവാണ്. നീ ഇവിടെ വന്നത് നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാനാണ്. പിന്നെ ഞങ്ങൾ എന്തിനാ വന്നത്? പുള്ളിക്ക് വയ്യെന്ന് പറഞ്ഞോണ്ടല്ലേ വന്നത്. ആ ഗുളിക ഏതാണെന്നറിയാം. ഞങ്ങൾക്ക് അറിയത്തില്ല. നീ എടുത്ത് കൊടുക്ക്. പനിക്കുള്ളതല്ലേ. അതിന്റെ അപ്പം തൽക്കാലം ഒരു കാര്യം ചെയ്യാം. നല്ല നല്ല വെളിച്ചേട്ടാ. അത് കഴിഞ്ഞു. നീ പോയിട്ട് ചായ ഉണ്ടാക്കി. എവിടെ പോണേ? പിന്നീട് അടിപൊളിയില്ലായിരുന്നു. ചുക്കാപ്പി നേരത്തെ പറയണ്ടേ? എന്താ ഉണ്ടാക്കണം? ചുക്കാപ്പി കഴിഞ്ഞ നിങ്ങളുടെ പരിപാടി ഇതാണ്. നിങ്ങൾ ചായ ആക്കി കൊടുക്കാൻ വേണ്ടി വന്നത്. ഇവിടുത്തെ ഉള്ള സ്നാക്സ് മൊത്തം തീർക്കുന്നു. ഇതാണ് കാണാൻ വന്നത്. നിങ്ങൾ ഞങ്ങളിങ്ങോട്ടൊരു ചെറിയ വ്ലോഗും ആയിട്ട് വന്നതാ. നിങ്ങൾ എന്തായാലും വരുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു വ്ലോഗ് ആയിക്കോട്ടെ എന്ന് വരും. ഇപ്പൊ അതെ ഇപ്പൊ പറയുന്ന കേട്ടോ, നമ്മളിവിടുത്തെ നിങ്ങൾ കേൾപ്പിച്ചു തരാം ഇതല്ലേ. എന്നോട് പറഞ്ഞാൽ എന്നാ സ്നാക്സ് തീർക്കുന്നു. ഇവിടെ മരിക്കാൻ കിടന്നപ്പോ ഞങ്ങൾ ഇവിടെ വന്ന് ഈ സാധനം ഇതേ ഒരുത്തം വന്നിരിക്കുന്നുണ്ടോ? ഇവനല്ലേ ആദ്യം വന്ന് ഇത് തീർക്കാൻ തുടങ്ങിയത്. ഒരു 300 രൂപന്റെ സ്നാക്സ് മേടിച്ചിട്ട് വന്ന് വെച്ച് എല്ലാം തീർത്ത്. ഞാൻ അങ്ങനെ പറയുന്നു. കണക്ക് പറയുന്നു. പിന്നെ സ്നാക്സ് ഇന്ന് വരെ നാളെ പോകും. ഞങ്ങൾ ഇന്നും കഴിക്കും, നാളെ കഴിക്കും. നാണുണ്ടോ നിനക്ക്?
ഞാനവിടെ ലാപ്ടോപ്പ് ഒന്ന് കൂട്ടിരുന്നത്. നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? അങ്ങനെ ഉറങ്ങായിരുന്നു. അതുകൊണ്ട് എനിക്കാണ് പനി ശരിക്കും. കിടന്നു പറഞ്ഞു. ആശുപത്രി പോണേ പോ. എവിടെ? അൽഫാം കഴിക്കണം. അൽഫാമല്ല, ആശുപത്രി പോണെങ്കിൽ പോവാന്ന്. ആശുപത്രി എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അൽഫാമിന്റെ പൈസ എണ്ണ കൊടുക്കാൻ പറയും. അതല്ലേ നിങ്ങളുടെ പരിപാടി? അന്ന് ആശുപത്രി പോണേ പോവാന്ന് പറഞ്ഞു. പിന്നെ ഈ ഞാൻ കഴിക്കാൻ സമയമായില്ല, ഇനിയിപ്പോ ഇവിടെ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ അതെന്നെല്ലാം പറയണത്. ഇപ്പൊ ആരും നിങ്ങള് ആശുപത്രി സൈഡില് പോയിട്ട് അൽഫാം കഴിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് പ്ലാൻ. ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത് അണ്ണൻ ആശുപത്രി പോവാം, കൂടെ ഞങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ പനിയുള്ളപ്പോ ചിക്കൻ കഴിച്ചാൽ നമ്മുടെ ബോഡി ഹീറ്റ് ആവും, നല്ലതാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ അതിൽ മേടിക്കുള്ളൂ. അതിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ. 9:15 ഞാൻ വിട്ടോണ്ടെന്നാ എത്തിയേക്കോ നിങ്ങള്? ഞാൻ ഇല്ല, ഞാനും പോവാ. ഞങ്ങൾ പോവാ. ഇവനെ ഇവിടെ ഇരുത്തിക്കോ, ഇതാ നല്ലത്. ഞാൻ പോയി ഫുഡ് പറഞ്ഞു. ഞാൻ എത്തിയില്ല. ഇതെല്ലാം കഴിക്കാൻ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം എന്താണ് ഇതിന് നിങ്ങൾ കണക്ക് പറഞ്ഞു. അതും എൻ്റെ അടുത്ത് നിങ്ങൾ ഇത്ര എൻ്റെ അടുത്ത് നിങ്ങൾ കണക്ക് പറഞ്ഞു. ഇത് നമ്മൾ മേടിക്കില്ല. ആരാ ആശുപത്രി കൊണ്ടുപോകേണ്ട ആരെയാ? നമ്മളൊന്നും എഴുതില്ല. ഞാൻ പോവാം. ഇതൊക്കെ എവിടെ കൊണ്ടുപോകണം? ഗൈസ്, ഞങ്ങളവിടെ പനിക്ക് ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. പനിക്ക് കൂട്ട് വന്ന മതി ഈ ഇരുന്ന സാധനം മുഴുവൻ തീർത്ത് വെച്ചേക്കുക. അതുകൊണ്ടൊക്കെ ബിസ്ക്കറ്റ് ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ബിസ്ക്കറ്റിൻ്റെ കവറായിരുന്നു ഫുള്ളും. എന്നിട്ട് ഇവിടെ വന്നത് പുള്ളി അറിയത്തില്ല, പുള്ളിക്ക് ബോധമില്ലാതെ ബോധം തെളിഞ്ഞപ്പോൾ മുഴുവൻ സാധനം തിന്ന് തീർത്ത് വെച്ചേക്കുക. ആശുപത്രി പോകണോ? പോണെങ്കിൽ പോവാം. കണ്ണൊക്കെ എടുത്ത് പോകും. ഡോക്ടറാണ്. ഇടക്ക് ഡോക്ടറാവും, ഇടക്ക് പ്ലംബർ ആവും, എല്ലാം ആവും. എന്താവുന്നു? ഇടയ്ക്ക് കേട്ടില്ല. ഇടയ്ക്ക് സെക്സ് ഡോക്ടർ. മനസ്സിലിരിപ്പ് മനസ്സിലാവുന്നുണ്ട്. പ്രായം എത്രയായി? 24. 10 കൊല്ലം മുമ്പ്. കുറച്ച് പറയല്ലേ കേട്ടോ. ഫുൾ ടൈം ഡോക്ടർ വേണം. നീ ഇവിടത്തെ തിന്ന് നശിപ്പിക്കാനിരിക്കുന്നു. മൊത്തം സാധനങ്ങൾ തീർത്ത് പൈസ മൊത്തം തീർത്ത്. വിക്രമേട്ട, യു ആർ ഗ്രേറ്റ്. അപ്പൊ ഞാനോ നീ വെറും വേസ്റ്റ്. ഇത്ര നേരമല്ലേ കിടന്ന് എന്തെങ്കിലും പറഞ്ഞതിന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോന്ന് നോക്കിയാൽ പുള്ളി ഇരുന്ന് അത് തന്നെ ഇരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് തടവിയെങ്കിലും കൊടുക്കണമെന്നല്ല. ആ തടവ് അവൻ ആ കപ്പവർത്തലിന്റെ തടവുന്നു. വയറാ ഇവിടെ വയറ് തടവ്. വയറടവിടെ പനിക്കെതിരെ വയറടവണം. അന്നെ 300 രൂപയുടെ പണി എടുപ്പിച്ചിട്ട് വിട്ടാ മതി ഇതിനെ, അല്ലേ? ഡ്രസ് എല്ലാം കഴുകിയിട്ടിട്ട് പോകാം. ചെല്ലടാ, തുണി ഇറക്കിയിട്ട് പോകും. തുണി ഇറക്കി അത് എന്തെങ്കിലും ചെയ്തിട്ട് പോകും. തുണി ഇറക്കുക. പുള്ളിക്ക് പനിയായിട്ടിരിക്കുക. നിങ്ങളല്ലേ ഇവിടെ നിൽക്കുന്നത്? എന്നാ വേണ്ടി ചെയ്തിട്ട് പോകും. പനിയുള്ളപ്പോ തുണി നനയ്ക്കേണ്ട. തുണി നനച്ച് തലയിലിടുകയാണ്. എന്തെങ്കിലും തലയിലോ കാലയിലോ എവിടെയെങ്കിലും ഇടും. അങ്ങനെ പനിയല്ല, നമുക്കൊരു മന്തി വെച്ചാലോ. ഒരാള് മതി പോവാം. ഒരാള് ക്രെഡിറ്റ് കാർഡ് എടുക്കണ്ടേ? ആരും എടുക്കാം. വല്ലാത്ത തലവേദന, ഞാൻ കിടക്കട്ടെ. ക്രെഡിറ്റ് കാർഡ് ഉള്ള ആള് ഒരാളാ ഇവിടെ. ICICIന്റെ 2 ലക്ഷത്തിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ആള് ഇന്നലെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടച്ചു. അതൊരു മോട്ടിവേഷൻ പോലെ പറയാം. ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ് ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് മാസം പൈസ അടച്ചാൽ മതി. ആ പൈസ എത്രയാണെന്ന് നമുക്ക് അറിയില്ലേ, അത് മൊത്തം എടുത്ത് തീർക്കും. ഇതാണ് ക്രെഡിറ്റ് കാർഡിന്റെ ഓണർ. ഇതാണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആള് പറയുന്ന മോട്ടിവേഷൻ ആണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഓണറിനെ കേൾപ്പിക്കാം. പറയും. അത് പിൻ നമ്പർ മൊത്തം നമുക്കറിയാം. ഇവ ഒന്നും കൊടുക്കണ്ട. ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിലെയാ. കൊണ്ടുപോയി അവിടെ ഉരച്ചത് തേഞ്ഞല്ലേ എടുക്കാം, മേടിക്കാം, കഴിക്കാം. ക്രെഡിറ്റ് കാർഡ് അറിയാം. അത് ഒരാള് നല്ല ആളാ, സൂപ്പർ ആളാ. കഴിഞ്ഞോ? ഇനി ക്രെഡിറ്റ് കാർഡിന്റെ ഓണർ പറയുന്നത് കൂടി കേൾക്കാം. ഇതാണ് ക്രെഡിറ്റ് കാർഡിന്റെ
രണ്ട് കാര്യങ്ങൾ എനിക്ക് ആദ്യമേ പറയാനുണ്ട്. ഇതൊരു മോട്ടിവേഷൻ പോലെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ കേൾക്കണേ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആർക്കും കാർഡ് കൊടുത്തു വിടരുത്. അഥവാ കാർഡ് കൊടുത്ത് വിട്ടാൽ അതിൽ ലിമിറ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, 500 കൂടുതൽ ലിമിറ്റ് ഒരിക്കലും ക്രെഡിറ്റ് കാർഡിൽ ഇട്ട് വെക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു തെണ്ടികളെയും വിശ്വസിക്കരുത്. ആളെ കാണിച്ച് പറഞ്ഞില്ല ശരിയാവത്തില്ല. പിന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എപ്പോഴും ഓഫ് ചെയ്തിടണം. ഇതൊരു അവയർനെസ് ആണ്. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നമ്മൾ അതിൽ ഒരാൾക്ക് 25,000 പോയി, അതാണ് ഒരാൾ പറയുന്നത്. ഇന്റർനാഷണൽ എപ്പോഴും നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓഫ് ചെയ്ത് വെക്കണം. ഒരു തെണ്ടികൾക്കും കൊടുത്തു വിടരുത്. പിന്നെ നമ്മുടെ SMS ഞാൻ ഒന്നും പറയണില്ലടാ. അതായത് ഒരു രോദനമാണ് പുള്ളിക്ക് ഈ മാസം വന്നിരിക്കുന്ന പൈസ എമൗണ്ട് ആൾക്കാർ യൂസ് ചെയ്തേക്കുന്നതിന് അതിന്റെ ഇടയ്ക്കൂടെ അവനത്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ഒരു പേന ഒരു പേപ്പറും നമ്മുടെ അതിനകത്ത് ICICI ബാങ്കുകാരുടെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ജോലിച്ച് ഇറങ്ങിയിരിക്കണം, അല്ലെങ്കിൽ അവർ എന്താണ് ആ സ്റ്റേറ്റ്മെന്റിൽ കൂടി നമുക്ക് കാണിച്ചു തന്നെയെന്ന് നമുക്ക് മനസ്സിലാവില്ല. ക്യാഷ് ബാക്ക് കയറുന്നു, ക്യാഷ് ബാക്ക് പോയി എന്ന് പറയുന്നു, അടുത്ത സ്റ്റേറ്റ്മെന്റിൽ അത് വന്നെന്ന് പറയുന്നു, നിങ്ങൾ ഇത്രയും ചിലവാക്കിയെന്ന് പറയുന്നു. ഒരു 3 പേരുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഒരാഴ്ച ഉണ്ടെങ്കിൽ വായിച്ചു കൊടുക്കും. നമുക്കിപ്പോ ആളുടെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് മന്തികടയ്ക്ക് പോകും. അതിന് കഴിഞ്ഞ മാസത്തെ പൈസ അടച്ചു കഴിഞ്ഞോ? അത് ഇന്നലെ കുറെ നേരം പേപ്പറും പേനയും കൊണ്ടുവരുന്നു. ശരിയാണ്. ഇന്നലെ ഒരാളിരുന്ന് ഫുള്ള് കണക്ക് കൂട്ടിച്ചായിരുന്നു. മൊത്തം കൂട്ടി 11,000 രൂപ അല്ലേ? 11,000 രൂപ എക്സ്ട്രാ വന്നു. എക്സ്ട്രാ അല്ലടാ, നമ്മൾ എവിടെ ചെലവാക്കിയെന്ന് നമുക്ക് അവസാനം മനസ്സിലാവില്ല. എല്ലാം ഒരേ പേയ്മെന്റിന്റെ പേരുകളും കാര്യങ്ങളും ഒക്കെ ഒരേ ആളും അല്ലേ? മന്തിന്ന് കുറെ എണ്ണത്തിൽ ഞാൻ കാണുമായിരിക്കും. മന്തി പിന്നെ ഇവിടെ കയറുകയാണ്. പായത്തിൽ ഞാനില്ലാത്തത് നന്നായി. നീ ഒന്നിലും വേണ്ട ബാക്കി പറയണ്ട. പിന്നെ വീഡിയോയാ. എന്നാ പോയി നിനക്ക് പറയാനല്ല, നിനക്ക് ഇതല്ലേ. നമുക്ക് നേരെ മന്തിക്കടലിട്ട് പോവാം. ഞാൻ എന്റെ കാർഡ് ഞാൻ ക്യാൻസൽ ചെയ്തു. ആ കാർഡ് ഇനിയില്ല. ICICI ബാങ്ക് ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധവും വേറെ. കാർഡിന്റെ കാര്യം കഴിഞ്ഞു. അത് പോവാ. ID കാർഡും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാല് ലൈസൻസ് ID കാർഡ് ഇത് മതിയാവോ? ID കാർഡ് കാണിച്ചാൽ നിനക്ക് അവിടെ ജോലി കിട്ടും. പക്ഷെ എന്താ ജോലിയാന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു സാമ്യം ഫോക്കസ് ആവുന്നു. ഞങ്ങളുടെ ആധാർ കാർഡാണ് ഇവിടെ ഏറ്റവും മോശമായിട്ടുള്ളത്. അതേ തന്നെ നല്ല ഫോട്ടോയാണ്. ഗവൺമെന്റ് ഓഫ് പുതുച്ചേരി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. പുതുച്ചേരി ഒരു പോണ്ടിച്ചേരി നിവാസിയാണ് ഗായ്സ്. പോവാ അങ്ങനെ പനിക്ക് ഞങ്ങൾ ചായ ഒക്കെ വെച്ച് കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോവാണ്. എടേ മതിയുടെ പോടേ. എനിക്ക് ഫുഡ് എടുത്ത് വെക്കാവോ? അയ്യോ 9:30 ആയില്ലല്ലോ. ഞാൻ ഒന്നും കഴിച്ചില്ലായിരുന്നു. എന്തെങ്കിലും എടുത്ത് വെക്കുവോ ഉണ്ടെങ്കിൽ? അയ്യോ എന്തേലും ഉണ്ടോ? ശരി ഓക്കെ. അല്ല ഞാൻ ഇവിടെ ഇത്രയും ഇത് മുഴുവൻ തീർത്ത് കഴിഞ്ഞിട്ട് ഇനി നീ അവിടെ ഫുഡ് എടുത്തു വെക്കാനും കൂടി പറഞ്ഞേക്കുന്നത്. ഇത് അണ്ണനും സൈഡിൽ അല്ല ഇത് അണ്ണനും കഴിച്ച് ഉറക്കത്തിലാവുന്നപ്പോ ഞാൻ കൊടുത്തു. അണ്ണേ ഞങ്ങൾ പോവാ. അന്ന് എണീക്കാ സമയം പോവാ. വാ പോ. ഈ മിക്സി എടുത്തോട്ടെ. ചായയുടെ ബാക്കിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഓ ചായയുടെ ബാക്കി ഇരിപ്പുണ്ട്. 30 മതിയില്ലേ? ചായ എനിക്ക് വേണ്ട. വൈകിട്ട് ഞാൻ എനിക്ക് വേണ്ട ഗായ്സ്. ഇത് ചായയാണ്. മറ്റേ
അടിയിലൊന്നും എഴുതി കാണിക്കുന്നില്ല, അത് ചായയാണ് കേട്ടോ. അണ്ണ ഞങ്ങൾ പോവാ. ഡേ അണ്ണ ഈ പാത്രം എല്ലാം അടച്ചു വെക്കില്ല, ഇത് മുഴുവൻ അവൻ തിന്ന് തീർക്കും. വീഡിയോയാന്ന് പറഞ്ഞു. എന്തെങ്കിലും പനി പിടിച്ചോ? എന്റെ ബാഗ് എടുക്കോടാ. അങ്ങനെ ഞങ്ങൾ പോവാണ്. പനിക്ക് മരുന്നൊക്കെ മേടിച്ച് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. മതി പോവാം. അപ്പം ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോവാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.